കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ മാനേജറിയൽ എക്കണോമിക്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷാ സിലബസ് പ്രകാരം മാനേജറിയൽ എക്കണോമിക്സ് എന്ന മൊഡ്യൂളുമായി ബന്ധപ്പെട്ട എടുത്ത ക്ലാസിന്റെ MCQ ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്സിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും ഓപ്പൺ ആണ്. ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റോ നോക്കുക. ക്വസ്റ്റ്യൻസ് നോക്കാം. മാനേജർ എക്കണോമിക്സ് ഈസ് പ്രൈമറിലി കൺസേൺഡ് വിത്ത് തിയററ്റിക്കൽ അനാലിസിസ് ഓൺലി, ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് കോൺസെപ്റ്റ്സ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, ഗവൺമെന്റ് എക്കണോമിക് പോളിസീസ്, നാഷണൽ ഇൻകം മെഷർമെന്റ്. ഗവൺമെന്റ് എക്കണോമിക് പോളിസി, നാഷണൽ ഇൻകം എന്നൊരു നിലക്കും മാനേജർ എക്കണോമിക്സുമായിട്ട് ബന്ധമില്ല, കാരണം മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് തിയററ്റിക്കൽ അനാലിസിസ് മാത്രമല്ല. ശരിയായ ആൻസർ ബി ഓപ്ഷനായ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് കോൺസെപ്റ്റ്സ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the principle of next best alternative for foregone is refers to, അത് ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണോ, മാനേജീരിയൽ കോസ്റ്റ് ആണോ, അതല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണോ? ഇത് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിന്റെ ആൻസർ എന്തായിരിക്കും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരിക്കും. കാരണം ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് വെൻ എ ബിസിനസ് ടേക്ക് എ സ്പെസിഫിക് ഡിസിഷൻ. അതായത് ബിസിനസ് പ്രൊഡ്യൂസ് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആഡിങ് ന്യൂ പ്രൊഡക്റ്റ് ലൈൻ, അതല്ലെങ്കിൽ എക്സ്പാൻഡിങ് ഓപ്പറേഷൻസ്. ഇത്തരം കേസുകൾ അഡീഷണൽ കോസ്റ്റ് വരുന്നതിനെ ആണ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 100 ചെയർ പ്രൊഡ്യൂസ് ചെയ്യാൻ 50,000 രൂപയാണ് കോസ്റ്റ്. 120 ചെയർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 58,000 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന 20 അഡീഷണൽ ചെയറിന് വരുന്ന ചെലവ് 8,000 രൂപയാണ്. അപ്പൊ അതിനവിടെ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയാം. പിന്നെ ഓപ്ഷനിലെ മറ്റു ഓപ്ഷനുകളിൽ നോക്കേണ്ടത് മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് നമുക്ക് അറിയാം, കാരണം മാനേജ്മെന്റ് എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മാനേജ്മെന്റ് ഭാഗമായിട്ട്, അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ എന്ത് പറയല്ലേ, മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഒരു ഷോർട്ട് റണ്ണിൽ അതൊരു മാറ്റം വരുന്നില്ലെങ്കിൽ അതിനെന്ത് ചെയ്യാറുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാറുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ബിലോങ് ടു വിച്ച് വ്യൂ? ഏത് വ്യൂ പ്രകാരമാണ് പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് ആൻ ഒബ്ജക്റ്റീവ്? അത് ട്രഡീഷണൽ വ്യൂ ആണോ, മോഡേൺ വ്യൂ ആണോ, സോഷ്യലിസ്റ്റ് വ്യൂ ആണോ? ശരിക്കും ഇതിന്റെ ആൻസർ നമുക്കറിയാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നത് ശരിക്കും ക്ലാസിക്കൽ വ്യൂ ആണ്. അതാണ് ശരിക്ക് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ട്രഡീഷണൽ വ്യൂ ആണ്. അതൊരിക്കലും എന്തല്ല, മോഡേൺ വ്യൂ അല്ല, സോഷ്യലിസ്റ്റിക് വ്യൂ അല്ല. കാരണം ട്രഡീഷണൽ വ്യൂ എന്ന ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരം അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. എന്ന് പറയുമ്പോൾ എ ഫേം എക്സിസ്റ്റ് ഓൺലി ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് ഫോർ ഇറ്റ്സ് ഓണേഴ്സ്, മാക്സിമം പ്രോഫിറ്റ്സ് ഫോർ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ആണ് ട്രഡീഷണലി വരിക. എന്നാൽ ക്ലാസിക്കൽ അപ്രോച്ചിൽ വരിക. മോഡേൺ വ്യൂ എന്ന് പറയുമ്പോൾ അത് ശരിക്കും എന്താണ്, വെൽത്ത് മാക്സിമൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് തന്നെയാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ. ഫോക്കസ് ഓൺ ലോങ് ടേം സർവൈവൽ, ഫോക്കസ് ഓൺ സസ്റ്റൈനബിലിറ്റി, CSR, ഇന്നോവേഷൻ, എത്തിക്കൽ പ്രാക്ടീസ് എന്നിത്യാദി കാര്യങ്ങളാണ് മോഡേൺ വ്യൂവിൽ വരിക. ആ രീതിയിൽ ബിസിനസ്സിന് എന്താണ്, എക്സിസ്റ്റൻസ് ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യാം. നോക്കാം അടുത്ത ക്വസ്റ്റ്യന്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇസ് പാർട്ട് ഓഫ് വിച്ച് ഏരിയ ഇൻ മാനേജറിയൽ എക്കണോമിക്സ്? ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണോ, പ്രൈസിംഗ് പോളിസി ആണോ, ഡിമാൻഡ് അനാലിസിസ് ആണോ, പ്രോഫിറ്റ് മാനേജ്മെന്റ് ആണോ? ഡിമാൻഡ് അനാലിസിസ് ആണ്. കാരണം ഡിമാൻഡ് അനാലിസിസിന്റെ ഭാഗമാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതിനാണ് ഡിമാൻഡ് അനാലിസിസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ സജസ്റ്റ്സ് allocating resources where managerial benefits equal managerial cost? ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് മാനേജറിയൽ ബെനിഫിറ്റ്സ് ഈക്വൽസ് മാനേജറിയൽ കോസ്റ്റ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ഇക്യു മാനേജറിയൽ പ്രിൻസിപ്പിൾ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതെന്താണ്, ഇക്യു മാനേജറിയൽ പ്രിൻസിപ്പിൾ ആണ് അതിന്റെ ശരിയായ ആൻസർ. വിച്ച് ഓഫ് ദി
following is an objective of modern managerial economics. നേരത്തെ ട്രഡീഷണൽ ഒബ്ജക്റ്റീവ് പറഞ്ഞല്ലോ, അതേപോലെ മോഡേൺ ഒബ്ജക്റ്റീവ് അതിന്റെ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്, ഒരിക്കലും എന്തല്ല പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, ഓൺലി സെയിൽസ് മാക്സിമൈസേഷൻ അല്ല. ശരിയായ ആൻസർ എന്തായിരിക്കും? വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അതാണ് മോഡേൺ വ്യൂ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ നാച്ചർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്? മാനേജീരിയൽ എക്കണോമിക്സിന്റെ നാച്ചറിൽ പെടാത്തത് ഏതാണ്? നോട്ടാണ്. അത് മൈക്രോ എക്കണോമിക് നാച്ചർ, ശരിയാണ്. അത് മൈക്രോ എക്കണോമിക് നാച്ചർ തന്നെയാണ്. പ്രാക്ടിക്കൽ ആൻഡ് അപ്ലൈഡ് ആണ്, അതും ശരിയാണ്. നോർമേറ്റീവ് സയൻസ് ആണ്, കാരണം മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ നോർമേറ്റീവ് സയൻസ്, നമ്മൾ പറഞ്ഞതാണ്. പ്യുവർലി തിയറിറ്റിക്കൽ, അതാണ് ഇവിടുത്തെ നോട്ട് എന്ന് പറയുന്ന ആൻസർ. അതുകൊണ്ട് ഏഴാമത്തെ ആൻസർ എന്താണ്? പ്യുവർലി തിയറിറ്റിക്കൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്രിമെന്റൽ അനാലിസിസ് റെഫേഴ്സ് ടു. ഇൻക്രിമെന്റൽ അനാലിസിന്റെ എക്സ്പ്ലനേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്, അല്ല. ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ഇൻ വേരിയബിൾ ഓഫ് ബിസിനസ് ഡിസിഷൻസ്. ബിസിനസ് ഡിസിഷൻസ് മാറുന്നതനുസരിച്ച് വരുന്ന ഇമ്പാക്ട്, ചേഞ്ച്, അഡീഷണൽ കോസ്റ്റ്, അതാണ് ശരിയ ആൻസർ. 8ന്റെ ആൻസർ ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി ഒന്നുമല്ല. 8ന്റെ ആൻസർ എന്താണ്? ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ഇൻ വേരിയബിൾസ് ഓൺ ബിസിനസ് ഡിസിഷനാണ് ഇൻക്രിമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോൺസെപ്റ്റ് കൺസിഡർ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്? പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂ കോൺസെപ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ഇക്വിമാനേജർ പ്രിൻസിപ്പിൾ അല്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിളും അല്ല, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളോ ഇൻക്രിമെന്റിലോ അല്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ എന്താണ്? മണി വാല്യൂ കൺസെപ്റ്റ് ആണ്. പ്രസന്റ് വാല്യൂ എന്ന PV എന്ന് പറഞ്ഞാൽ ദ കറന്റ് വാല്യൂ ഓഫ് മണി ദാറ്റ് വിൽ റിസീവ് ഇൻ ഫ്യൂച്ചർ. എന്നാണ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ? അതായത് ഫ്യൂച്ചർ കിട്ടുന്ന എമൗണ്ടിന്റെ ഇന്നത്തെ വാല്യൂ, കറന്റ് വാല്യൂ ഓഫ് മണി ദാറ്റ് വിൽ റിസീവ് ഇൻ ഫ്യൂച്ചർ, അതിനാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയാം. അതിന് ഡിസ്കൗണ്ടഡ് എന്ന് പറയാം, ഡിസ്കൗണ്ടിങ് എന്ന് പറയാം. അതായത് ഡിസ്കൗണ്ടഡ് ബാക്ക് ടു ഡേ ആണല്ലോ. അതേപോലെ ഫ്യൂച്ചർ വാല്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ടു വിച്ച് മണി ഇൻവെസ്റ്റ് ടുഡേ വിൽ ഗ്രോ ആഫ്റ്റർ ഏർണിംഗ് ഇൻട്രസ്റ്റ് ഓവർ ടൈം. കാരണം ഇന്നൊരു എമൗണ്ടിന്റെ ഫ്യൂച്ചറിലെ വാല്യൂ എന്തായിരിക്കും? അതിനാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും എന്താണ്? നേരത്തെ ഡിസ്കൗണ്ടിങ് എന്നിവിടെ എന്താ വരിക? കോമ്പൗണ്ടിങ് ആണ്, ഫോർവേഡ് കാൽക്കുലേഷൻ ആണ്. പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ടിങ് ആണ്, ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ആണ്. ആ ഒരു വ്യത്യാസം കൂടി അതിനുണ്ട്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ഡിമാൻഡ് ആൻഡ് പ്രിഡിക്റ്റിംഗ് ഫ്യൂച്ചർ ട്രെൻഡ് ഈസ് കാൾഡ്. കൺസ്യൂമർ ഡിമാൻഡ് പഠിക്കുക, അത് വെച്ചിട്ട് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുക എന്നതിന് എന്താ പറയാ? അത് കോസ്റ്റ് അനാലിസിസ് അല്ല, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും അല്ല, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് ശരിയ ആൻസർ. പിന്നെന്തല്ല, പ്രൈസിങ് പോളിസിയും അല്ല. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം, ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാം, കൺസ്യൂമർ ഡിമാൻഡ് അത്തരം അനാലിസിലൂടെ. പിന്നെ മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ആൾസോ നോൺ ആസ്. മാനേജർ എക്കണോമിക്സിന് പറയുന്ന വേറെ പേരെന്താണ്? UGC നെറ്റ് ഡിസംബർ കോമേഴ്സ് 2021 ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ആൾസോ നോൺ ആസ്. മാനേജറിയൽ എക്കണോമിക്സിനെ എന്ത് ചെയ്യാം? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും, അപ്ലൈഡ് എക്കണോമിക്സ് എന്നും പറയും, നോർമേറ്റീവ് എക്കണോമിക്സ് എന്നും പറയും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്. മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ആൾസോ കാൾഡ് മൈക്രോ എക്കണോമിക്സ്, അപ്ലൈഡ് എക്കണോമിക്സ്, നോർമേറ്റീവ് എക്കണോമിക്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്? മാനേജീരിയൽ എക്കണോമിക്സിന്റെ സ്കോപ്പ് അല്ലാത്തതാണ്. കേരള PSC 19 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒരു സ്കോപ്പാണ്, പ്രൈസിംഗ് ഡിസിഷൻ ഒരു സ്കോപ്പാണ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്തല്ല? ഒരു സ്കോപ്പ് അല്ല, കാരണം അത് മൈക്രോ അല്ലല്ലോ, മാക്രോ ലെവൽ ആയില്ലേ. പിന്നെ ക്യാപിറ്റൽ മാനേജ്മെന്റും എന്താണ്? അതിന്റെ സ്കോപ്പാണ്. അതായത് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അത് മൈക്രോ എക്കണോമിക് നാച്ചർ ആണ്, ഒരിക്കലും മാക്രോ എക്കണോമിക് നാച്ചർ അല്ല. കാരണം ഇവിടുത്തെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഒക്കെ എന്താണ്? മാക്രോ എക്കണോമിക് നാച്ചർ ആണ്. അതായത് എന്താണ് മൈക്രോ മാക്രോ എന്ന് പറഞ്ഞാൽ? മാനേജർ എക്കണോമിക്സ് മൈക്രോ ഇൻ നാച്ചർ ആണെന്ന് പറയാൻ കാരണം അത് മൈക്രോ ഫാക്ടേഴ്സ് ആയ പ്രൈസിങ്, ഒരു സ്ഥാപനത്തിന്റെ പ്രൈസിങ് അല്ലെങ്കിൽ ഡിമാൻഡ് അനാലിസിസ്, കോസ്റ്റ് കൺട്രോൾ, പ്രോഫിറ്റ് പ്ലാനിങ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നിത്യാദി കാര്യങ്ങളാണ് മാനേജർ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുക. ഒരു മൈക്രോ ഇൻ നാച്ചർ ലെവലാണ് അതൊക്കെ. എന്ന് പറഞ്ഞാൽ ഡീൽസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അറ്റ് എ ഫേം, അറ്റ് എ ബിസിനസ് ലെവൽ, ഒരു നാഷണൽ ലെവലല്ല.
അത് മൈക്രോ എക്കണോമിക് നാച്ചർ ആയതുകൊണ്ടാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് മാക്രോ ലെവലാണ് തീർച്ചയായിട്ടും. അത് GDP, GNP, NNP, പെർ ക്യാപിറ്റ, നാഷണൽ സേവിങ്, ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുക. അത് ഡീൽ ചെയ്യൽ എക്കണോമിക് പെർഫോമൻസ് ഓഫ് എ കൺട്രി, രാജ്യം മൊത്തം വലിയ എക്കണോമിക് പെർഫോമൻസ് ആയി ഡീൽ ചെയ്യുക. അതുകൊണ്ട് മാക്രോ നാച്ചർ ആണ്. അപ്പൊ ആ വ്യത്യാസമാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ചും മാനേജർ എക്കണോമിക്സിന്റെ പോയിന്റുകൾ നോട്ട് ചെയ്യുക. അത് നമുക്ക് വീണ്ടും ആവശ്യം ഉണ്ടാകാം. പിന്നെ അടുത്ത പോയിന്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഈസ് കോൾഡ്. CA ഇന്റർന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2020. ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതല്ല, അത് ഡിസ്കൗണ്ടിങ് ആണ്. പിന്നെ എന്തെല്ലാം ടൈം പെർസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ല, ഇൻക്രിമെന്റ് അല്ല. കാരണം ഇത് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയതിനാൽ ഡിസ്കൗണ്ടിങ്ങിന് കൂടെ കോമ്പൗണ്ടിങ് തന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ ആൻസറുകളാണ്. ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് 13ന്റെ ആൻസർ. 14, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജർ എക്കണോമിക്സ്? നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജർ എക്കണോമിക്സ് ആണ്. UGC നെറ്റ് കൊമേഴ്സ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Profit maximization is an objective, sales maximization is an objective, market leadership is an objective of managerial economics. പക്ഷേ നാഷണൽ ഇൻകം മാക്സിമൈസേഷൻ എന്തിന്റെ ഒബ്ജക്റ്റീവ് അല്ല? മാനേജറിയൽ എക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ് അല്ല. പിന്നെ 15, മാനേജറിയൽ എക്കണോമിക്സ് ഈസ് മെയിൻലി, അതെന്താണ്? പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സയൻസ് ആണോ, നോർമേറ്റീവ് ആൻഡ് അപ്ലൈഡ് സയൻസ് ആണോ, നാച്ചുറൽ സയൻസ് ആണോ, എക്സാക്ട് സയൻസ് ആണോ? മാനേജർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ 2022 PSC വെച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. അത് നോർമേറ്റീവ് ആൻഡ് അപ്ലൈഡ് സയൻസ് ആണ്. എക്കണോമിക്സിന്റെ ഫീച്ചറും കൂടിയാണ്. മാനേജർ എക്കണോമിക്സ് ഈസ് എ നോർമേറ്റീവ് ആൻഡ് അപ്ലൈഡ് സയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്യു മാനേജറിയൽ പ്രിൻസിപ്പിൾ ഈസ് ആൾസോ നോൺ ആസ്. 2017 UGC നെറ്റ് കൊമേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ, ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിന്റെ ആൻസർ. 16ന്റെ ആൻസർ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്, ഹു ഈസ് റിഗാർഡ് ആസ് ദി ഫാദർ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്? UGC നെറ്റ് 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആഡം സ്മിത്ത് ആണോ, ജൂൾ ഡീൻ ആണോ, അല്ലെങ്കിൽ ആൽഫ്രഡ് മാർഷൽ ആണോ, പോൾ സാമുവൽസൺ ആണോ? കാരണം ഇത് ഈ ക്വസ്റ്റ്യന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. മാനേജറിയൽ എക്കണോമിക്സിന്റെ എന്താണ് ഫാദർ ഓഫ് മാനേജർ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത് ശരിക്കും ജോൾ ഡീൻ ആണ്. അദ്ദേഹത്തിനാണ് ഫാദർ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയാനുള്ള കാരണം 1951 അദ്ദേഹത്തിന് മാനേജീരിയൽ എക്കണോമിക്സ് എന്നൊരു ബുക്ക് പോപ്പുലറൈസ് ചെയ്തു. ആ വിഷയത്തിൽ ഒരു ബുക്ക് അദ്ദേഹം ഇറക്കുകയുണ്ടായി. അത് പ്രകാരമാണ് പിന്നെ അതിൽ അദ്ദേഹത്തിന് എക്കണോമിക് അനാലിസിസ്, പിന്നെ അപ്ലൈഡ് ടു ബിസിനസ് ഡിസിഷൻസ് മേക്കിംഗ് എന്നീ വിഷയങ്ങളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തു. മാത്രമല്ല ഓപ്ഷൻ തന്ന മറ്റുള്ള ആളുകൾ, എക്സ്പേർട്ടുകൾ, ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, പോൾ സാമുവൽസൺ ഒക്കെ ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് തന്നെയാണ് ഈ ബ്രോഡറിൽ, ഈ വലിയ കോൺസെപ്റ്റിൽ. പക്ഷെ അവരൊക്കെ ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ് ആണ്. പിന്നെ പക്ഷെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സ്പെസിഫിക് ഏരിയയിൽ, സ്പെസിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് എന്ന അല്ലെങ്കിൽ ആ ഏരിയയിൽ ഉള്ള എക്സ്പേർട്ട് ശരിക്കും ആരെന്നെയാണ്? ഈ പറയുന്ന ജൂൾ ഡീൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയാൻ കാരണം. 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് തിയറി എക്സ്പ്ലെയിൻ സെയിൽസ് മാക്സിമൈസേഷൻ ഇസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം? ഏത് തിയറി പ്രകാരമാണ് സെയിൽസ് മാക്സിമൈസേഷൻ ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം എന്ന് പറയുന്നത്? ബോമൽ തിയറി ആണോ, അല്ലെങ്കിൽ മാരിസ് തിയറി ആണോ, കെയ്ൻസ് തിയറി ആണോ, അല്ലെങ്കിൽ റിക്കാർഡിയൻ തിയറി ആണോ? ശരിയായ ആൻസർ ബോമൽസ് തിയറി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19, വിച്ച് കോൺസെപ്റ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ആൾട്ടർനേറ്റീവ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? CA ഇന്റർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. വിച്ച് കോൺസെപ്റ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ആൾട്ടർനേറ്റീവ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് ആൾട്ടർനേറ്റീവ് ആയ ഒരു കോൺസെപ്റ്റ് ഏതാണ്? മാർജിൻ അനാലിസിസ് ആണോ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണോ, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണോ, അല്ലെങ്കിൽ ടൈം പ്രോസ്പെക്റ്റീവ് ആണോ? ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. ഡിസ്കൗണ്ടിങ് ആണ് മാനേജീരിയൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ കിട്ടുന്നതിന് ഇന്നത്തെ വാല്യൂ എന്നായിരിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ശരിക്കും എന്താണ്? ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച്
which is not included in the scope of managerial economics. PSC 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ഇൻക്ലൂഡഡ്, സ്കോപ്പിൽ പെടാത്ത ചോദിച്ചത്. അത് പിന്നെ പ്രൈസിങ് ഡിസിഷൻ ആണോ? അത് ഇതിന്റെ സ്കോപ്പിൽ പെട്ടാണല്ലോ. പ്രോഫിറ്റ് മാനേജ്മെന്റും സ്കോപ്പിൽ പെട്ടാണ്. നാഷണൽ ഇൻകം അനാലിസിസ് വീണ്ടും വന്ന് പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിൽ പെട്ടാണ്. അപ്പൊ നാഷണൽ ഇൻകം അനാലിസിസ് ആണ് നോട്ട് ഇൻ ദ സ്കോപ്പ് എന്ന് പറയുന്ന ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, മാനേജറിയൽ എക്കണോമിക്സ് യൂസ് വിച്ച് ടൈപ്പ് ഓഫ് എക്കണോമിക് അനാലിസിസ് മോസ്റ്റ്? മാക്രോ എക്കണോമിക്സ് വരില്ല, മൈക്രോ വരുള്ളൂ. മൈക്രോ എക്കണോമിക്സ് വരും. മോണിറ്ററി എക്കണോമിക്സ് ഇന്റർനാഷണൽ എക്കണോമിക്സിനേക്കാളൊക്കെ നല്ല ആൻസർ മൈക്രോ ആണ്. മൈക്രോ നാച്ചുറൽ ആണ് ശരിക്കും എന്ത് മാനേജറിയൽ എക്കണോമിക്സ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ദ ലോ ഓഫ് ഡിമാൻഡ് ഷോ റിലേഷൻ ബിറ്റ്വീൻ? ലോ ഓഫ് ഡിമാൻഡ് എന്ന് നമുക്കറിയാം, അത് ഏത് റിലേഷനായി സൂചിപ്പിക്കുന്നത്? പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആണോ, അല്ലെങ്കിൽ ഇൻകം ആൻഡ് സപ്ലൈ ആണോ? അതല്ല. കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റും അല്ല. ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ആണോ? അതുമല്ല. അപ്പൊ ശരിയായ ആൻസർ പ്രൈസ് ആൻഡ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ആണ് ശരിക്കും എന്ത് ദ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ദ പ്രോസസ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് കാൾഡ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താ പറയല്? പ്രോഫിറ്റ് മാനേജ്മെന്റ് ആണോ? അല്ല. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. കോസ്റ്റ് അനാലിസിസ് അല്ല. മാർക്കറ്റ് ഫോർകാസ്റ്റിംഗും അല്ല. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് എ നോർമേറ്റീവ് സയൻസ്? നമുക്കറിയാം നോർമേറ്റീവ് സയൻസ് എന്തിന്റെ ഫീച്ചറാണ്? മാനേജറിയൽ എക്കണോമിക്സിന്റെ ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്തമാറ്റിക്സോ പിന്നെ നാച്ചുറൽ സയൻസോ ഒന്നും അല്ല അതിന്റെ ആൻസർ. എന്താണ്? മാനേജീരിയൽ എക്കണോമിക്സ് തന്നെയാണ് ശരിയായ ആൻസർ. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഫുൾ ഇൻ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്? വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഫുൾ ഇൻ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണോ, അല്ലെങ്കിൽ ലോ ഓഫ് സപ്ലൈ ആണോ, ലോ ഓഫ് ഡിമാൻഡ് ആണോ, ലോ ഓഫ് റിട്ടേൺ ആണോ? ശരിക്കും ഇതിന്റെ ആൻസർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെയാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് എനി റിസോഴ്സസ് യൂസ്ഡ് ഈസ് ഈക്വൽ ടു ദി വാല്യൂ ഓഫ് ഇറ്റ്സ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. This principle is most useful in allocating scarce resources because resources are limited. And every choice involves sacrificing the next best option. ഇനി ലോ ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യലും? പ്രൊഡ്യൂസർ ബിഹേവിയർ ആണ്. അതായത് മോർ സപ്ലൈ അറ്റ് ഹയർ പ്രൈസസ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അത് കൺസ്യൂമർ സൈഡ് ആണ്. എക്സ്പ്ലെയിൻ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഹയർ ഡിമാൻഡ് അറ്റ് ലോവർ പ്രൈസ്. ലോ ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ദാറ്റ് എക്സ്പ്ലെയിൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ്, കോൺസ്റ്റന്റ്, ഡെമിനിഷിങ് റിട്ടേൺ എന്നൊക്കെയാണ് മറ്റുള്ള ഓപ്ഷൻസ് സൂചിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.